തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് BJP വർഷങ്ങളായി തന്നെ അവിടെ സ്വാധീനം ഘട്ടം ഘട്ടമായി രൂപപ്പെടുത്തുകയായിരുന്നു. അത് 2010-ൽ 2015-ൽ 2020-ലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരുടെ എണ്ണവും ഒക്കെ വർദ്ധിച്ചു. അങ്ങനെ 2025-ൽ എത്തുന്ന ഘട്ടത്തിൽ ഇതാ കേരളത്തിൽ തന്നെ BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന നിലയിൽ തലസ്ഥാനത്ത് താമര വിരിയുകയാണ്. ഈ കോർപ്പറേഷനകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? മറ്റു പ്രതികരണങ്ങൾ തേടും. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അനന്തപുരിയുടെ ഈ ഒരു അകത്തളം അത് ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നഗരസഭയുടെ കോർപ്പറേഷനിലെ ഇവിടുത്തെ കൗൺസിൽ ഹാളാണ്. അതിപ്പോൾ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി മുഖ്യ പ്രതിപക്ഷമായി നിന്നിരുന്ന BJP ഇന്നിപ്പോൾ ഭരണപക്ഷത്തേക്ക് എത്തിയിരിക്കുകയാണ്. നീണ്ട വർഷത്തെ പ്രവർത്തനം, ഒപ്പം തന്നെ അവരുടെ കാത്തിരിപ്പ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി അനന്തപുരിയിൽ ഈ ഒരു ദിവസം മാറിയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ ദൃശ്യങ്ങളിൽ കാണാം സംസ്ഥാനത്തെ മുൻ DGP, IPS ഉദ്യോഗസ്ഥ, ജയിൽ DGP ഒക്കെ ആയിരുന്ന ശ്രീലേഖ മുതൽ വീട്ടമ്മമാർ വരെ വരുന്ന 29 വനിതാ കൗൺസിലർമാർ, ഒപ്പം മറ്റ് പുരുഷ കൗൺസിലർമാർ ഉൾപ്പെടെ 50 കൗൺസിലർമാരെയാണ് ഇത്തവണ അനന്തപുരി BJP പ്രവർത്തകർക്കായി സമ്മാനിച്ചത്. BJP അനന്തപുരിക്കായി സമ്മാനിച്ചത്. അവരുടെ വിജയം കുറിച്ചതിന് ശേഷം അവർ ആദ്യമായി നഗരസഭയിലേക്ക് മുഴുവൻ കൗൺസിലർമാർ എത്തിയ ദിവസം കൂടിയാണ്. സത്യപ്രതിജ്ഞ ദിവസമാണ്. ആദ്യമായി നഗരസഭയുടെ അകത്തളത്തിലേക്ക് എത്തുന്ന വ്യക്തികൾ മുതൽ കുറച്ചധികം വർഷങ്ങളായി ഇവിടെ ഉള്ള സീനിയർ കൗൺസിലർമാർ, പ്രതിപക്ഷത്തിരുന്ന കൗൺസിലർമാർ അടക്കമുള്ളവരാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് സംസ്ഥാന DGP, മുൻ IPS ഉദ്യോഗസ്ഥ എന്നൊക്കെ പറയാൻ കാരണം R ശ്രീലേഖ മത്സര രംഗത്തേക്ക് എത്തിയപ്പോഴും അതിനു മുൻപ് BJPയുടെ മെമ്പർഷിപ്പ് എടുത്തപ്പോഴും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനം അവർക്കെതിരെ ഉയർത്തിയിരുന്നു. അവർ സംഘിണിയായി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ, പരിഹാസങ്ങൾ. ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പിൽ അവർ മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി V. ജോയി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു നായ ചത്താൽ അവർ കുഴിച്ചിടുമോ? അതിന് DGP ആയിരുന്ന ഒരു വ്യക്തിക്ക് പറ്റുമോ എന്നുള്ളത്. അവർ പറ്റും, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി, ജനം സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് കൗൺസിൽ ഹാളിലെ മുൻനിരയിൽ തന്നെ സംസ്ഥാന DGP ഒക്കെ ആയിരുന്ന R ശ്രീലേഖ ശാസ്തമംഗലത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഇന്നീ കസേരയിൽ ഇരിക്കുന്നത്, ഈ പടവുകൾ കയറിയത് എന്നുള്ളത് V. ജോയി അടക്കമുള്ളവർക്കുള്ള CPMന്റെ അത്തരത്തിലൊരു രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയവും അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണങ്ങളൊക്കെ നടത്തിയ ആളുകൾക്കുള്ള മറുപടിയായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എനിക്ക് നിരയിലൊക്കെ കാണാം തലസ്ഥാന ജില്ലയുടെ സമരമുഖത്ത്, ഒപ്പം തന്നെ സർക്കാരിനെതിരെ നടന്ന സമരമുഖത്തൊക്കെ വളരെ ആക്റ്റീവായി മുൻപന്തിയിൽ നിന്ന വ്യക്തികളൊക്കെ ഇന്ന് വിജയിച്ച് കയറിയിട്ടുണ്ട്. സെക്കൻഡ്, നമ്മൾ ഈ അടുത്ത ദൃശ്യങ്ങളിൽ കാണുന്നത് കടകംപള്ളി വാർഡിലെ നിയുക്ത കൗൺസിലർ ജയ രാജീവാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തലസ്ഥാന ജില്ലയിൽ സമര പോരാട്ടങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ്. ഞാനിന്ന് രാവിലെ കണ്ടപ്പോൾ അവരോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. എപ്പോഴും സമരമുഖത്താണ്, ഇനിയിപ്പോൾ ഭരണപക്ഷത്തേക്കൊരു മാറ്റമാണ്. എന്ത് തോന്നുന്നു ഇന്ന് ഈ കസേരയിൽ വന്നു? ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. സാധാരണപ്പെട്ട ആൾക്കാരടുത്ത് ഓടിയെത്തണം. അവർക്ക് വേണ്ടി ഒരുപാട് മോദിജി നടപ്പിലാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കണം. അതുപോലെ വാർഡിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരണം. അതാണ് മുഖ്യ ലക്ഷ്യം. സാധാരണ പ്രാദേശിക വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. ഇത്തവണ ശബരിമലയടക്കം ശക്തമായ വിഷയമായി. അതിൽ ഏറ്റവും ഉറ്റുനോക്കിയൊരു വാർഡാണ് കടകംപള്ളി. കാരണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ വാർഡ്. അവിടെ ഒരു അട്ടിമറി വിജയം, CPMന്റെ കോട്ടകൾ തകർത്താണ് ഇന്നിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? ശരിക്കും ജനങ്ങൾ പ്രതികരിച്ചു. ആ ഒരു അഴിമതിക്കെതിരെ, ആ ഒരു ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ മാറി ചിന്തിച്ചു. ശരിക്കും ഒരു മാറ്റം വന്നു. കടകംപള്ളിയിൽ താമര വിരിഞ്ഞു. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനുള്ള ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച നടത്തിയ ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വിജയം എന്നുള്ളത്. ദൃശ്യങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ചില വീട്ടമ്മമാരൊക്കെയാണെന്ന് സമരമുഖത്ത് സജീവമായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് കൗൺസിലിലേക്ക് എത്തുന്നത്. ഫോർട്ട് വാർഡ്, ചരിത്രപരമായിട്ടുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു വാർഡ്. അത് സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണയും അത് നിലനിർത്തിയിരിക്കുകയാണ് ഹരിച്ചേട്ടൻ. ഒരു പക്ഷേ ഫോർട്ടിന് മാത്രമല്ല ഈ ഒരു തലസ്ഥാന നഗരത്തിൽ എല്ലാവർക്കും അറിയാം. ചേട്ടാ, ആദ്യമായിട്ട് ഈ നഗരസഭയിലേക്ക് എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷകരമായ നിമിഷമാണ്, അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 2 ടേണായി ഫോർട്ട് വാർഡിൽ BJP കൗൺസിലർമാർ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏരിയ പ്രസിഡൻ്റായിരുന്നു. അവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തിരിച്ച് പാർട്ടി എന്നെ ഈ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിക്കുമ്പോൾ
മറ്റ് 2 കൗൺസിലർമാരുടെ പ്രവർത്തന മികവും മറ്റ് പ്രവർത്തകരുടെ ഗുരുതുല്യരായ പ്രവർത്തകർ മുതൽ സാധാരണ വളരെ ചെറുപ്പക്കാരായ പ്രവർത്തകർ വരെ അതികഠിനമായ പ്രവർത്തനത്തിലൂടെ എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 2103 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഫോർട്ട് വാർഡിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. എന്നും അവരോടൊപ്പം ഉണ്ടാവുമെന്നും എല്ലാവിധ കാര്യങ്ങളിലും അവരോടൊപ്പം ഉണ്ടാവുമെന്നും ശ്രീപത്മനാഭസ്വാമി കുടികൊള്ളുന്ന ലോകപ്രശസ്തമായ ഈ ഫോർട്ട് വാർഡ് എന്നും BJPയുടെ കരങ്ങളിൽ സുരക്ഷിതമായി കാത്തുരക്ഷിക്കുമെന്നും ജനക്ഷേമത്തിനും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്ര ഭക്തർക്കും ക്ഷേത്രത്തിനും മറ്റെല്ലാവിധ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊള്ളൂ. മറ്റൊരാൾ തിരുവനന്തപുരം നഗരസഭയുടെ ഈ 101 വാർഡിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പുഞ്ചിരിച്ച മുഖം ആരെന്ന് ചോദിച്ചാൽ മണക്കാട് വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. പുഞ്ചിരി ചേച്ചി എന്നുള്ളൊരു പേര് കൂടി കിട്ടിയിട്ടുണ്ട്. സമരമുഖത്തൊക്കെ സജീവമായിരുന്നു. ഇത്തവണ ആദ്യമായി കന്നി അംഗത്തിൽ മത്സരിച്ചു, ആദ്യ വിജയം നേടി മണക്കാട് വാർഡ് അങ്ങനെ സുരക്ഷിതമായി നഗരസഭയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശ്രദ്ധ ചേച്ചി, എങ്ങനെയുണ്ട് ഈ ഒരു കസേരയിൽ വന്നിരിക്കുന്നത്? ഭയങ്കര സന്തോഷം. നല്ലൊരു ദിവസം, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും സന്തോഷമാണ്. സന്തോഷം എന്നത് മാത്രമാണ് പലരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിറമൺഹര ഹരിച്ചേട്ടനെ തലസ്ഥാനവാസികൾ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുകയാണ്. പാപ്പനംകോട് എന്ന് പറയുന്ന ഒരു സുരക്ഷിതമായ വാർഡ്, A ക്ലാസ് മണ്ഡലമാണ് BJPയുടെ. അവിടെ നിന്നും വീണ്ടും നഗരസഭയിലേക്ക്. ഹരിച്ചേട്ടാ, ഭയങ്കര ആവേശമാണ് ആൾ. സന്തോഷം, വളരെ സന്തോഷം. ഈ അഭിമാനകരമായ ഒരു നിമിഷം വന്നിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. മാത്രമാണ് ആ മുഖങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റൊരാളുണ്ട്. ഫോർട്ട് വാർഡ് കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ നിന്ന് വിജയിച്ച് കയറിയ മറ്റൊരാൾ കൂടിയാണ്. മുൻ കൗൺസിലറൊക്കെയാണ് നമ്മുടെ SKP രമേശ് എന്നാണ് ആ ചേട്ടൻ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ മാത്രമല്ല തലസ്ഥാനത്തെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം സമ്മാനിക്കുമ്പോൾ ആ സമ്മാനിച്ച വിജയത്തിൻ്റെ കൂട്ടത്തിൽ ഉള്ള പ്രമുഖ ആളുകളാണ്. കഴിഞ്ഞ കൗൺസിൽ സമയത്ത് അവർക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി, മത്സരാർത്ഥികൾക്ക് വേണ്ടി മത്സരരംഗത്ത് അവർക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചില്ല. ഇന്നിപ്പോൾ അവർ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. തൊട്ടു പിന്നാലെ സജി പാപ്പനംകോട് മേലാങ്കോട് വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷം നേടി തന്നെയാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. സജിച്ചേട്ടാ, നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു സമയം? വളരെ സന്തോഷം. കാരണം നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു വികസനം ആഗ്രഹിക്കുകയാണ്. അവർ കഴിഞ്ഞ 40 വർഷത്തെ വികസന മുരടിപ്പിൽ നിന്ന് തിരുവനന്തപുരത്തെ ജനതയ്ക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ്. വളരെ സന്തോഷം. വളരെയധികം സന്തോഷത്തിലാണ് എല്ലാ കൗൺസിലർമാരും ഉള്ളത്. എനിക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ കരമന അജിത്ത് ഉൾപ്പെടെ VV രാജേഷ്, അങ്ങനെ മുതിർന്ന കൗൺസിലർമാരൊക്കെയുണ്ട്. മറ്റ് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ കൗൺസിലർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചു. പക്ഷേ പരാജയമായതുകൊണ്ട് തന്നെ നിലവിൽ മേയറായില്ല എങ്കിൽ പോലും അവർ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടികൾ ഒരാളായി ഉണ്ട്. കോൺഗ്രസ്, ശബരിനാഥ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. CPMൻ്റെ കൗൺസിലർമാരായിട്ടുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സിറ്റിംഗ് കൗൺസിലർമാർ പലരുമുണ്ട്. ചില വിഷമങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം, കാരണം 45 വർഷം ഭരണപക്ഷത്ത് വളരെ ആവേശത്തോടു കൂടി ഇരുന്ന കസേരകൾ ഇന്ന് BJPയുടെ കൗൺസിലർമാർ ഇരിക്കുന്ന കാണുമ്പോൾ ചെറിയൊരു ചങ്കിടിപ്പ് അവരുടെ മുഖത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ ഒരു ഏരിയയായി കണ്ടിരുന്ന കൗൺസിൽ ഹാള് ഇന്നിപ്പോൾ ഹരിത കുങ്കുമ പതാകയും ആ നിറവുമൊക്കെയായി നിറഞ്ഞിരിക്കുകയാണ്. ഒരു സൈഡിൽ ഒതുങ്ങേണ്ടി വന്നു CPMന് എന്നുള്ളതാണ്. കാരണം അവരുടെ ഭരണത്തെ എത്രത്തോളം ജനങ്ങൾ വിലയിരുത്തി എന്നുള്ളതിൻ്റെ കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ ഒരു നഗരസഭയിലെ 101 കസേരകളിൽ 100 കസേരകളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ചരിത്ര നിമിഷത്തിന് ആ കോർപ്പറേഷന്റെ അങ്കണം സാക്ഷ്യം വഹിക്കുകയാണ്. കോർപ്പറേഷനകത്ത് ഇപ്പോൾ BJPയുടെയും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ കൗൺസിലർമാർ തയ്യാറായിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. അതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് കോർപ്പറേഷൻ BJP ഭരണത്തിലേക്ക് എത്തുകയാണ്. വർഷങ്ങളായുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രയത്നം, പല പ്രവർത്തകരുടെ ബലിദാനം ഇതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ കേരളത്തിലെമ്പാടുമുള്ള, ഭാരതത്തിലെമ്പാടുമുള്ള BJP പ്രവർത്തകർക്ക് വലിയ ആവേശവും ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നൽകുന്ന ദൃശ്യങ്ങൾ അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്നും ഇപ്പോൾ കാണുകയാണ്. ഒരു സ്ക്രീനിൽ കോർപ്പറേഷനകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ തിരുമുറ്റത്ത് വലിയ തോതിലുള്ള ആഘോഷങ്ങൾ BJP പ്രവർത്തകർ നടത്തുന്നു. ഒപ്പം കൊല്ലത്ത് BJPയുടെ ശക്തി പ്രകടനം നടക്കുകയാണ്. തിരുവനന്തപുരം പോലെ തന്നെ
കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ BJP ഈ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചവിട്ടുപലകയായി അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് ദിശയിലാകും BJPയുടെ സംഘടനാ പ്രവർത്തനം ഉണ്ടാകുന്നത് എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമായി ഡിസംബർ 13 പുറത്തു വന്നത്. അപ്പോൾ കൊല്ലം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പരമ്പരാഗത ഇടത് ശക്തി കേന്ദ്രമാണ്. ആ കൊല്ലം നഗരത്തിൽ ഇപ്പോൾ BJPയുടെ ശക്തി പ്രകടനമായി കോർപ്പറേഷനിലേക്ക് വിജയിച്ച കൗൺസിലർമാർ വരികയാണ്. അവിടെ മുഖ്യ പ്രതിപക്ഷമായി BJP മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ കൊല്ലം പോലെയുള്ള നഗര കേന്ദ്രീകൃതമായ മേഖലകളിലെ BJPയുടെ വളർച്ചയെപ്പറ്റി സംസാരിക്കുമ്പോൾ മറ്റൊരു വളരെ ശ്രദ്ധേയമായ ദൃശ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുകയാണത് കൊല്ലം ജില്ലയിലെ കടക്കൽ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ്. കാരണം കടക്കൽ എന്ന് പറയുന്നത് CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. CPMകാർ ഒരു പഴഞ്ചൊല്ലായി പറയുന്നത് തന്നെ കേരളത്തിന്റെ ഭൂപടത്തിൽ അങ്ങ് വടക്കൻ കേരളത്തിൽ കണ്ണൂരാണെങ്കിൽ ഇങ്ങ് തെക്കൻ കേരളത്തിൽ കടക്കലാണ് എന്നാണ് CPMകാർ പറയാറുള്ളത്. അങ്ങനെയുള്ള കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ അനുപമ എന്ന ഒരു ധീരയായ പെൺകുട്ടി നേടിയ ഐതിഹാസികമായ വിജയം കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. അവിടെ അനുപമ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. രാവിലെ CPMന്റെ ഭീഷണിയെല്ലാം വകവയ്ക്കാതെ കൊണ്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായും വിശ്വാസമായും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ അനുപമ സന്തോഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ